കായംകുളത്തുറഞ്ഞു തുള്ളുകയാണ് യു പ്രതിഭ. കിട്ടിയ അടി ഒന്നും പോരെ നിനക്കൊക്കെ, ഇനിയും പാർട്ടിയെ കുളം തോണ്ടിയിട്ടേ അടങ്ങത്തുള്ളൂ. ഒരു പൊടിക്ക് അടങ്ങ് പെണ്ണുപിള്ളയെന്ന് സഖാക്കൾ തന്നെ പ്രതിഭയുടെ കർണം പൊട്ടിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരത്തി മാലപ്പടക്കം പോലെയാണ് പൊട്ടിയത്. പൊട്ടിച്ചു മൂലക്കിരുത്തിയത് പ്രവർത്തകരും കൂടിയാണ്. എന്നിട്ടും പഠിക്കാതെ വീണ്ടും കാവടിയെടുത്ത് തുള്ളുന്ന സഖാത്തികളെ പാർട്ടിയിൽ നിന്ന് അടിച്ചിറക്കാൻ പ്രവർത്തകർ തന്നെ ഇറങ്ങുകയാണ്. പിന്നെ സുധാകരൻ ആരാണ് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ നിന്നെയൊക്കെക്കാൾ 100 മടങ്ങ് യോഗ്യത ആ മനുഷ്യനുണ്ട് എന്ന് പ്രതിഭയ്ക്ക് സഖാക്കൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇന്നലെ പൊട്ടിമുളച്ച പ്രതിഭയൊക്കെ സുധാകരന്റെ യോഗ്യത അളക്കാൻ നിൽക്കരുത്. ആ മനുഷ്യനെ ഒരുപാട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിന്നതിന്റെയാണ് അമ്പലപ്പുഴയിൽ പാർട്ടി 8 നിലയിൽ പൊട്ടിയത്. സഖാത്തികളുടെ നാവാട്ടത്തിന് എന്തായാലും കുറവൊന്നുമില്ല. എത്രയൊക്കെ 4 വഴിക്കൂടെ അടി കിട്ടിയാലും ഇക്കൂട്ടർ പഠിക്കില്ല. ഇനിയെങ്കിലും ഈ സഖാത്തികളെ വായും പൂട്ടിക്കെട്ടി AKG സെന്ററിന്റെ മൂലക്കിരുത്തുന്നതായിരിക്കും നല്ലത്. പാർട്ടി ഒന്ന് തലപൊക്കുന്നത് വരെ, അതായത് പോയ പ്രതാപം ഒന്ന് തിരിച്ചു പിടിക്കാൻ ഈ സഖാത്തികൾ മിണ്ടാതെ മൂലക്കിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കായംകുളത്ത് പൊട്ടി തകർന്നതിന്റെ കലിപ്പടക്കാൻ കഴിയാതെ പ്രതിഭ നിന്നങ്ങ് തുള്ളുകയാണ്. ഇതിനെ പിടിച്ചു കെട്ടു എന്ന് കായംകുളത്തെ സഖാക്കൾ തന്നെ പറയുന്നു. CPM സുഗന്ധം കൊണ്ട് നാട് മുഴുവൻ നിറച്ചിട്ടും ദുർഗന്ധമാണെന്നേ ജനങ്ങൾക്ക് തോന്നിയുള്ളൂവെന്ന് യു പ്രതിഭ പറഞ്ഞത്. ഇതൊരുമാതിരി മണിയാശാന്റെ ശൈലിയായി പോയല്ലോ തോറ്റ MLA. ആനുകൂല്യമെല്ലാം മേടിച്ച് നക്കിയിട്ട് ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തിയ നന്ദിയില്ലാത്തവന്മാർ എന്നായിരുന്നു ആശാൻ പറഞ്ഞത്. അതിന്റെ വേറൊരു ടൈപ്പ് ഡയലോഗാണ് ഇപ്പോൾ പ്രതിഭ അടിച്ചിരിക്കുന്നത്. വർഗീയ പാർട്ടികൾ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സുഗന്ധമായി ജനങ്ങൾക്ക് തോന്നി. തെരഞ്ഞെടുപ്പിനിടെ ചതിയുണ്ടെന്ന് പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു. കുലംകുത്തികൾക്കൊക്കെ ഇത്തവണ നല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലാ കുലംകുത്തികളും വിജയിച്ചു. പാർട്ടിയെ പഠിപ്പിക്കാൻ G സുധാകരൻ ആരാണ് എന്നും പ്രതിഭ ചോദിച്ചത്. ഇതൊക്കെ പറയാൻ ലേശം ഉളുപ്പ് ഇവർക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഒരു പ്രസ്ഥാനത്തെ മുച്ചൂടും തകർത്തതിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. എന്നിട്ട് വീണ്ടും നിന്നങ്ങ് അഹങ്കാരം കൊണ്ട് മതിച്ചു പുളയ്ക്കുകയാണ്. ഈ പോക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന 5 വർഷവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനായിരിക്കും യോഗമുണ്ടാകുക. കാരണം ഇത്തവണ പാർട്ടിയെ അറിഞ്ഞ് പ്രവർത്തകർ തന്നെയാണ് തോൽപ്പിച്ചത്. പ്രത്യേകിച്ച് പിണറായി എന്ന ഏകാധിപതിയിൽ നിന്ന് പാർട്ടിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകൾ മുഷ്ടിയും ചുരുട്ടി ഇറങ്ങിയത് കൊണ്ടാണ് അടപടലം പൊട്ടിത്തകർന്ന് പാർട്ടി കോട്ടകളിൽ വരെ തകർന്നടിഞ്ഞ് മൂലക്കിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിലും വലിയ അടിയായിരിക്കും മേടിച്ചു കൂട്ടുക. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ യു പ്രതിഭ അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവതാരകൻ ചോദിക്കുന്നു കായംകുളത്ത് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ തന്നെ യു പ്രതിഭ പറയുകയാണ്, കേരളത്തിൽ മുഴുവൻ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം എന്നോട് പറഞ്ഞതാ. കായംകുളത്ത് മാത്രമായി ഒരു അപകടം ഉണ്ടായില്ലല്ലോ. ജനകീയരായ മന്ത്രിമാരടക്കം എങ്ങനെ തോറ്റുവെന്ന ചോദ്യത്തിന് ഉത്തരം തരൂ, എന്നിട്ട് ഞാൻ ഉത്തരം നൽകാം. അതിന്റെ പ്രതിഫലനമാണോ കായംകുളത്തും ഉണ്ടായത്? എല്ലാ ജാതി സംഘടനകളും ഒന്നിച്ച് മതേതര മുഖമുള്ള CPMനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലം. അത് വരും നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധ്യമുള്ള ജനങ്ങളാണെങ്കിൽ ഇതിൽ വീഴില്ലായിരുന്നു. ഞങ്ങൾ സുഗന്ധം കൊണ്ട് നാട് മുഴുവൻ നിറച്ചിട്ടും ദുർഗന്ധമാണെന്നേ അവർക്ക് തോന്നിയുള്ളൂവെന്നും വർഗീയ പാർട്ടികൾ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് സുഗന്ധമായി ജനങ്ങൾക്ക് തോന്നിയാൽ ഒന്നും ചെയ്യാനില്ല, ജനം തിരിച്ചറിയണം. ഇതായിരുന്നു പ്രതിഭാഹരി പറഞ്ഞത്. അതായത് ഇപ്പോഴും ഇവർ പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഞങ്ങൾക്ക് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നാണ് പ്രതിഭ പറഞ്ഞു വെക്കുന്നത്. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഈ ചില CPMകാരുടെ ഒരു പ്രശ്നം. അവരൊരു കാര്യം അങ്ങ് തലയിൽ കയറ്റി രജിസ്റ്റേർഡ് ആയിട്ട് അങ്ങ് വെക്കും. പിന്നെ അത് തെറ്റാണ് എന്ന് നമ്മൾ പറയാൻ ചെന്നാൽ അല്ലല്ല അത് ശരിയാണ്, ഇത് ഇങ്ങനെയാണ്, നിങ്ങൾക്കാണ് തെറ്റ് സംഭവിക്കുക, അങ്ങനെ ഞങ്ങൾക്കൊന്നും തെറ്റ് സംഭവിക്കില്ല എന്നുള്ള ഡയലോഗടിയാണ്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് കൊണ്ടാണ് അത് തിരുത്താൻ ഇവിടുത്തെ ജനങ്ങളും നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകളും ഇറങ്ങിയത്. ഇനി മറ്റൊരു ചോദ്യം പ്രതിഭയോട് ചോദിച്ചത് G സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചതിന്റെ എഫക്റ്റ് സമീപ മണ്ഡലങ്ങളിൽ ഉണ്ടായോ എന്നായിരുന്നു. അതിന് മറുപടി, കുലംകുത്തികൾക്കൊക്കെ ഇത്തവണ നല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? എല്ലാ കുലംകുത്തികളും വിജയിച്ചില്ലേ? പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തു പോയാൽ വിജയിക്കാം എന്നൊരു ട്രെൻഡ് ഉണ്ടായി. സുധാകരൻ ഇപ്പോൾ പാർട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുകയാണ്. വലിയൊരു അരാജകത്വം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്നത്.
CPM ജയിക്കുമെന്ന് കണ്ടപ്പോഴാണ് താൻ പാർട്ടി വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലെന്നൊക്കെ സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ CPM ജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ മന്ത്രിയാകണമെന്ന ആഗ്രഹത്താലാണ് CPMനെ നല്ലത് പഠിപ്പിക്കണമെന്ന് പറയുന്നത്. പാർട്ടിയെ പഠിപ്പിക്കാൻ ഇയാൾ ആരാണ്? അധികാരത്തിന് വേണ്ടി അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാണ്? ഇയാൾ പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് പുറത്തു പോയത്. അതായത് സുധാകരൻ സ്ഥാനമോഹിയാണ്, അതുകൊണ്ടാണ് പുറത്തു പോയതെന്ന്. അപ്പോൾ പിന്നെ ഈ പിണറായി വിജയനോ? പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ? 10 കൊല്ലം മുഖ്യമന്ത്രി ആയിട്ടിരുന്നു. അപ്പോൾ അധികാരമോഹം ഇല്ലേ പ്രതിഭയെ? ഈ പ്രതിഭ തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ റോൾ മോഡല് പിണറായി വിജയനാണ് എന്ന്. അതായത് ധാർഷ്ട്യം കണ്ടിട്ടായിരിക്കും. കാരണം അമ്മാതിരി ധാർഷ്ട്യം കാണിക്കലാണല്ലോ ഈ സഖാത്തികളും. സുധാകരനെ നിങ്ങൾ അപമാനിച്ച് പുറത്തു വിടുകയാണ് ചെയ്തത്. കാരണം ആ മനുഷ്യൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തും നിങ്ങൾ അയാളെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്താണ് സുധാകരൻ ചെയ്ത തെറ്റ്? അതുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. കാരണം പദവിക്ക് വേണ്ടിയല്ല സുധാകരൻ പാർട്ടിയോട് സംസാരിച്ചത്. തനിക്ക് പരിഗണന കിട്ടുന്നില്ല. ഒരു മുതിർന്ന നേതാവായ എന്നെ ആലപ്പുഴയിലെ CPMകാർ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ഇന്നലെ പാർട്ടിയിൽ അംഗത്വം എടുത്തവൻ വരെ എന്നെ അപമാനിക്കുന്നു. അത് കണ്ടിട്ടും പ്രസ്ഥാനം മൗനം പാലിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് പ്രതിഭയെ തെറ്റ്? കാരണം എത്രത്തോളം വലിയ ഒരു പദവിയിലിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പാർട്ടി പാരമ്പര്യം, അദ്ദേഹത്തിന് എത്രത്തോളം വലിയ പാർട്ടി പാരമ്പര്യമുണ്ട്. ഈ പാർട്ടിയോടൊപ്പം നിലകൊണ്ടില്ലേ ആ മനുഷ്യൻ? എന്നിട്ട് നിങ്ങൾ തിരിച്ചു കൊടുത്തത് എന്താണ്? ആ മനുഷ്യനെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയല്ലേ ഓരോ തവണയും നിങ്ങൾ ചെയ്തത്? അത്രത്തോളം അപമാനം നേരിട്ട് ഇനിയും ഇവിടെ തുടരാൻ കഴിയില്ല, എൻ്റെ ആത്മാഭിമാനം പണയം വെക്കാൻ എനിക്ക് കഴിയില്ല, എൻ്റെ നിലപാടുകൾ എനിക്ക് അടിയറവ് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു പോകുന്നു. അടിമകൾക്ക് പിന്നെ അന്തസ്സും അഭിമാനവും ഇല്ലല്ലോ. പിണറായി എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണം തിന്നുക എന്നുള്ളതല്ലേ നിങ്ങൾക്കൊക്കെ അറിയുകയുള്ളൂ. ആത്മാഭിമാനമുള്ളവനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും ഇതിലെ ശരികേടുകളെ, ഇതിൻ്റെ തെറ്റുകളെ എതിർക്കുക തന്നെ ചെയ്യും. അതേ സുധാകരനും ചെയ്തുള്ളൂ. പാർട്ടിക്ക് പുറത്തു പോയെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാണ്. UDF അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ, UDFന്റെ കൂടെ പിന്തുണയിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കരുത്ത് തന്നെയാണ്. ഇത് മാത്രമല്ല, പ്രതിഭ ഉൾപ്പെടെയുള്ളവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. UDFകാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിച്ചത്. ഇതുപോലെ ആലപ്പുഴ പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടി തെറ്റിനെ വിമർശിച്ച് രംഗത്ത് നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നാണ് സുധാകരനെ ജയിപ്പിച്ചെടുത്തത്. അതുകൂടി നിങ്ങൾ ഓർക്കണം. ആ അപകടം നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കുന്നില്ല. 10 വർഷം MLA ആയി നടത്തിയ പ്രവർത്തനങ്ങളൊന്നും വോട്ടെണ്ണിയപ്പോൾ പ്രതിഫലിച്ചില്ലേ എന്ന് പ്രതിഭയോട് ഈ മാധ്യമം ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു തള്ളിമറിക്കലുണ്ടായിരുന്നു. ജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണ്. തോറ്റാൽ അത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പോഴും ഞാൻ പറയുന്നു, കായംകുളത്ത് ജനങ്ങളല്ല എന്നെ തോൽപ്പിച്ചത്. എന്നെ തോൽപ്പിക്കാൻ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി തുടരുമോ എന്നും പ്രതിഭയോട് ചോദ്യം ഉയർന്നു. തീർച്ചയായും ഉണ്ടാകും. പരാജയപ്പെട്ടാൽ ഞങ്ങൾ സ്ത്രീകളൊക്കെ ഒളിച്ചോടി പോകുമോ? ഇങ്ങനെ രോഷം കൊള്ളുകയായിരുന്നു പ്രതിഭ ഹരി. എന്തായാലും കിട്ടിയ അടിക്ക് നല്ല വേദനയുണ്ട്, കിടന്ന് പുളയുകയാണ്. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനും വയ്യ. കാരണം എൻ്റെ തെറ്റുകൊണ്ടല്ല ഞാൻ കായംകുളത്ത് തോറ്റത്, മൊത്തത്തിൽ എല്ലായിടത്തും CPM തോറ്റല്ലോ. അതിൻ്റെ ഒരു അലയൊലി ചിലപ്പോൾ കായംകുളത്തും ഉണ്ടായി കാണും എന്നാണ് പ്രതിഭ പറയുന്നത്. അല്ലാതെ എൻ്റെ പ്രവർത്തനം കൊണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് പ്രതിഭ പറയുകയാണ്. കൊള്ളാം, വളരെ നല്ല നിരീക്ഷണമാണ്. എന്തായാലും സ്വന്തം തെറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മൂക്കിന് താഴെ പഞ്ചായത്ത് കിണർ പോലൊന്നില്ലേ? വായ അത് അടക്കി വെച്ചാൽ തന്നെ സഖാത്തികൾ പകുതി വിജയിച്ചു. പാർട്ടി തോറ്റതിൽ വലിയൊരു പങ്ക് ഈ കമ്പനികൾക്കുണ്ട്. പാർട്ടിയെ ഉപദേശിക്കാൻ സുധാകരൻ ആരാണെന്ന ചോദ്യം ചോദിക്കാൻ പ്രതിഭയ്ക്ക് നാവ് പൊങ്ങിയത് വിവരക്കേടിൻ്റെതാണ്. ആലപ്പുഴ പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന ഏക അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളിയാണ് സുധാകരൻ. കൊണ്ട അടിക്കും തൊഴിക്കുമൊന്നും കയ്യും കണക്കുമില്ല. ഒന്നും രണ്ടുമല്ല, 63 വർഷത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. മന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ഒരു അഴിമതിയും ഇല്ലാത്ത ഒരു നേതാവായിരുന്നു. കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അമ്പലപ്പുഴയിൽ UDF വോട്ടും കൊണ്ടാണ് സുധാകരൻ ജയിച്ചത് എന്ന് ഇപ്പോൾ CPMകാർ കിടന്ന് വാദിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല. കാരണം അമ്പലപ്പുഴയിലെ CPMകാർ ഉൾപ്പെടെ സുധാകരന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിലൊരു സംശയവും വേണ്ട. നീ ആരാടാ, ഏതാടാ, എന്താടാ എന്നൊക്കെ അഹങ്കാരത്തിന്റെ കൊമ്പത്ത് കയറി ഇരുന്ന് ഇമാതിരി വർത്താനം പറയാൻ നിന്നാൽ ജനങ്ങൾ തോൽപ്പിക്കും, കല്ലെറിഞ്ഞ് ഓടിക്കും അവര്.
10 വർഷത്തെ വികസനം ഇങ്ങനെ അത് മാത്രമായിരുന്നു ഇവർ തള്ളിക്കൊണ്ടിരുന്നത്. അഹങ്കാരം കൂടി കുറച്ചാലേ ജനം അംഗീകരിക്കൂ. കാശ് ഖജനാവിൽ കിടന്നിട്ട് കാര്യമില്ല. വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ആർജവമുള്ള ഒരു സർക്കാർ വേണം. അക്കാര്യത്തിൽ 10 വർഷത്തെ പിണറായി ഭരണം അത് വിജയം തന്നെയാണ്. അക്കാര്യത്തെ ഞാൻ 100% അംഗീകരിക്കുന്നു. പക്ഷേ അഹങ്കാരം കൊണ്ട് മതിമറന്നതാണ് ജനം നിങ്ങളെ വെറുക്കാൻ കാരണം. തോറ്റോടിയ സഖാത്തികളുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. ആകെ പ്രതികരിച്ചത് പ്രതിഭാഹരി മാത്രമാണ്. ബാക്കി എല്ലാവരും തോൽവി അംഗീകരിക്കുന്നു എന്നൊരു പോസ്റ്റ് ഇട്ട് വീട്ടിൽ ഒളിച്ചിട്ടുണ്ട്. കണ്ണട ബിന്ദു ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. ഇനിയിപ്പോൾ എവിടെയും പോകണ്ടല്ലോ, അതുകൊണ്ട് വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കണ്ട. വനിതാ നേതാക്കളുടെ ലേഡി പിണറായി കളിക്ക് ജനം കൊടുത്ത പണിയാണിത്. പിന്നെ ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ്. അത്രത്തോളം മികച്ച ഒരു പ്രവർത്തനം ശൈലജ ടീച്ചർ അവർ അധികാരത്തിലിരുന്ന സമയത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ടീച്ചറിനെ പേരാവൂരിൽ കൊണ്ടു നിർത്തിയത്.